പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ്. ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 1201 ചിങ്ങമാസം 30 അതായത് 2025 സെപ്റ്റംബർ മാസം 15 ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ്. കന്നിയിൽ ബുധന് അത്യുച്ചമാണ്. കന്നി 15 ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി, അത്യുച്ചമാണ് കന്നി 15. ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുകൊണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട്. പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല. ബുധൻ കേവലം 18 ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക. പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല. ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ്. ഗാംബ്ലറാണ് ബുധൻ. ഊഹക്കച്ചവടം, ലോട്ടറി, ഷെയർ മാർക്കറ്റിംഗ്, ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ 18 ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ്. മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു. മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ. ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ 7ാം രാശിയായ മീനം രാശി. മീനം 15 ബുധൻ അതിനീചത്തെ ഉണ്ടാക്കുന്നത്. ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം? ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. ബുധൻ ദുർബലമായാൽ, നീചസ്ഥനായാൽ, മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക. അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും, മോശമായിരിക്കും. പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ. ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ. ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത്. അത് ദുർബലനായ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ബുധൻ ഉച്ചസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ട്ഫുള്ളായി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ശേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു. ഈ 18 ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ്. പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശ്രീരാമാദ്യ അവതാര വിഷ്ണുരിതരക്ഷേത്രേഷു ചന്ദ്രാത്മജ. ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി, അല്ലെങ്കിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം, ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം. ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം. ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം, അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഉത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്, സ്വന്തം ഉച്ചക്ഷേത്രത്തിലാണ്. ഗ്രഹേ സതി നിജോച്ചകേ എന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രഹം ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രാജാവ് അംഗീകരിക്കും. രാജസമാനമായ പദവികൾ അദ്ദേഹത്തിന് ലഭിക്കും. മറ്റു ഫലം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുത്തൻ വീട് വരാം, ഫലഭൂയിഷ്ടമായ കൃഷിഭൂമി വരാം, തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് ഏറ്റവും അധികം അംഗീകാരം ലഭിക്കും. അന്യരുടെ അരിഷ്ടതകൾ മാറ്റാൻ പറ്റും. ഇവിടെ കൺസൾട്ടൻസി എന്ന വിഷയത്തിൽ ഏറ്റവും നല്ലതാണ് ലഗ്നത്തിലെ ബുധൻ. ഹോരാചാര്യർ പറഞ്ഞ ഒറ്റ ഫലമാണ് വിദ്വാൻ. ഇയാൾ വലിയ അറിവുള്ള വ്യക്തിയാകും. അതിനാൽ പഠനം, പഠിപ്പിക്കൽ
ഇതിനൊക്കെ തന്നെ നല്ലതാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു സമയം അങ്ങേയറ്റം നന്മകൾ പ്രദാനം ചെയ്യാൻ പര്യാപ്തനായ ബുധനാകുന്നു ഇതെന്നറിയുക. ഇത് കർമാധിപനാണ്. അപ്രകാരം തന്നെ ദേവാലയ വിഷയങ്ങളിൽ, തന്നെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ചെയ്ത് വളരെ മനോഹരമാക്കി എടുക്കണം കന്നിരാശിക്കാർ തൻ്റെ ബുധനെ എന്ന് പ്രത്യേകം അറിയുക. ചമത്കാരി എന്താമണി ഇപ്രകാരം പറയുന്നു: ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം. എല്ലാവരുടെയും അരിഷ്ടതകളെ, കഷ്ടപ്പാടുകളെ ബുധൻ മാറ്റിയിടും. വരിഷ്ഠാധിയോ വൈഖരി വൃത്തിവാച. നല്ല ബുദ്ധിശക്തി പ്രകടിപ്പിക്കും. നല്ല ജോലി വിഷയങ്ങളിലേക്ക് നല്ല രീതിയിൽ ശോഭിക്കും. ജനാദിവ്യ ചാമീകരീഭൂതദേഹ ചികിത്സാവിധ. തനിക്ക് ചികിത്സ അറിയും. രക്തത്തിലെ ബുധൻ പലപ്പോഴും മെഡിസിന് വളരെയധികം പ്രാമുഖ്യം കാണാം. മെഡിക്കൽ, പാരാമെഡിക്കൽ. ഇവിടെ ചികിത്സ അറിയുന്ന എന്ന വിഷയം പറയുമ്പോൾ അന്യരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങൾക്കും താനൊരു കൺസൾട്ടൻ്റായി താൻ ആ രീതിയിൽ തനിക്ക് എന്ത് ചെയ്യാം, അവരുടെ പരിഹാരങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങളും തത്വങ്ങളും വളരെ നന്നായി പ്രകടിപ്പിക്കാൻ കഴിയും. പലപ്പോഴും വക്കീലന്മാർക്കും സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് തുടങ്ങിയവർക്കൊക്കെ തന്നെ വളരെയധികം നല്ല ക്ലയൻസിനെ കിട്ടും. അവരുടെ പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചേർന്ന് സൊല്യൂഷൻ കാണുക എന്ന മഹത്തായ ധർമ്മമായിരിക്കും ബുധൻ നിർവഹിക്കുക എന്ന് അറിയുക. ദുശ്ചികിത്സാഭവൻ പലപ്പോഴും തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ ശക്തനായ ഉച്ചസ്ഥനായ ബുധനാകയാൽ അതിന് പ്രസക്തി കുറവാണ്. എങ്കിലും പല പ്രശ്നങ്ങളിലും ഇടപെട്ട് തൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ, പരിഹാരം കാണാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ലഗ്നത്തിലെ ബുധനെന്നറിയുക. പക്ഷെ അത് ബുധൻ വളരെ ദുർബലമാണെങ്കിലാണ് അതിന് സാധ്യതകൾ കൂടുതൽ. ഇവിടെ ബുധൻ ഉച്ചസ്ഥനാണ്. കർമ്മമേഖലയിൽ പുതിയ നല്ല ചില തീരുമാനങ്ങളൊക്കെ തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ KSRTC വളരെ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനത്തെ ഗണേഷ് കുമാർ എന്ന മന്ത്രി 10 കോടി ഒരു ദിവസം വരുമാനം ഉണ്ടാക്കി കാണിച്ചു തന്നു. KSRTC മുമ്പോട്ട് പോകുമെന്ന്. അതാണ് ലഗ്നത്തിലെ ബുധൻ. അത് കൗശലമാണ്, യുക്തിയാണ്. അദ്ദേഹം ഏത് രാഷ്ട്രീയമായാലും അദ്ദേഹത്തിൻ്റെ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ നാം ചർച്ച ചെയ്യേണ്ട. ഏകോഘി ദോഷോ ഗുണസന്നിപാതയെ നിമജ്ജതിന്തോ കിരണശിവാംഗ എന്ന് കുമാരസംഭവത്തിൽ കാളിദാസർ പറഞ്ഞിട്ടുണ്ട്. അനന്തരത്ന പ്രഭോസ്യസ്യ ഹിമന്ന സൗഭാഗ്യ വിലോപി ജാതം. അങ്ങേറ്റം രത്നങ്ങളുള്ള ഹിമാലയത്തിന് ഹിമം, മഞ്ഞ് ഒരു ദോഷമല്ല. അത് ദോഷമാണെങ്കിലും ദോഷമല്ല. കാരണം എന്താണ്? ഗുണസന്നിപാതയെ, ധാരാളം ഗുണങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ചന്ദ്രൻ്റെ ആ ശരീരത്തിലെ മനോഹരമായ ശരീരത്തിൽ കറുത്ത കളങ്കം കുത്തുള്ളതുപോലെ തന്നെയാണ്. അതിനാൽ വ്യക്തികളുടെ ദോഷങ്ങളെ നാം ഒന്നും അളക്കരുത്. വ്യക്തികളുടെ കഴിവിനെ അളക്കുക. ആ കഴിവിൽ ചില ദോഷങ്ങളൊക്കെ അങ്ങ് പോകട്ടെ എന്ന് കരുതുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ 18 ദിവസക്കാലം ഉത്സാഹിക്കൂ. നിങ്ങൾ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. നന്ദി, നമസ്കാരം.